കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അപ്പോൾ അത്യാവശ്യം ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനും കൂടി. കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് വെച്ചു. ഞാൻ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് അതിന്റെ കൂട്ടത്തിലായിരിക്കും അത് ചെയ്യാം. ഞാനൊരു പ്രോബ്ലം ഇപ്പം ബോർഡിൽ തരും, അതൊന്ന് ജസ്റ്റ് റൈറ്റ് ഓൺ ചെയ്തോ, അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്നൊന്ന് വരച്ചു വെക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ബോർഡിൽ ഇട്ടിട്ട് ഇതൊന്ന് വരച്ചു. ഈ കാണുന്ന ഫിഗർ വേണ്ട, ബാക്കി താഴത്തുള്ള ഫിഗർ. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുക, ഈ ഒരു ഫിഗർ കൂടി വരച്ചു വെക്കുക. കുറച്ച് സ്പീഡായിക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കാൽക്കുലേറ്ററിൻ്റെ അകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് എഴുതുക, ആ ചിത്രം വരച്ചു വെക്കുക. ചിത്രം വരയ്ക്കുന്ന സമയത്ത് റൗണ്ടൊക്കെ നല്ല റൗണ്ട് പോലെ തന്നെ ഉണ്ടാവണേ. ഒന്നെങ്കിൽ കോമ്പസ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് വലിപ്പമുള്ള റൗണ്ട് വരയ്ക്കുക എപ്പോഴും വരയ്ക്കുന്ന സമയത്ത്. ഞാനിപ്പം വരച്ചേർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള റൗണ്ടാണ് വരച്ചത്. അപ്പോൾ അതേപോലെ നിങ്ങൾ നോട്ടിൻ്റെ അകത്ത് വരയ്ക്കുന്ന സമയത്തും കുറച്ച് വലിപ്പത്തിൽ തന്നെ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. ഇതൊന്ന് വരച്ചു നോക്ക്. വരച്ചു കഴിഞ്ഞാ? ഹലോ, വരച്ചോ? ആ, നല്ല വൃത്തിയുണ്ടല്ലേ ഹാൻഡ് റൈറ്റിംഗ്. എ സ്മൂത്ത് സ്പിയർ ഓഫ് റേഡിയസ് 15 centimeter and weight 2 Newton is supported in contact with a smooth vertical wall by a string whose length is equal to radius of sphere. The joint ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. The string joined a point, അവിടെ ഒരു സ്ട്രിങ് എന്നുള്ള സാധനം കൂടെ ഉണ്ട്. The string joined a point on the surface of sphere. Work out inclination and tension in string and reaction on the wall. അതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. വർക്കൗട്ട് ഇൻക്ലിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആംഗിളിനെയാണ്, വേറെ ഒന്നല്ല. ഇൻക്ലിനേഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. എത്രയായിരിക്കും ഈ ഒരു ആംഗിൾ? തീറ്റ. അതേപോലെ തന്നെ ടെൻഷൻ ഇൻ സ്ട്രിങ് ആൻഡ് റിയാക്ഷൻ ഓൺ ദ വാൾ. ഇത് ചിത്രങ്ങളും ഒക്കെ വരച്ചു വെക്കുക. ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള ഒരു സ്പിയർ ഉണ്ട്. കഥകളൊക്കെ പറഞ്ഞുതരാം എന്താ തന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഒരു സ്പിയർ ഉണ്ട്. ആ സ്പിയറിന്റെ റേഡിയസ് എനിക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരത്തിനാണല്ലോ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഒരു ഹാഫ് പോർഷനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് R is equal to 15 centimeter ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വെയിറ്റ് 2 Newton. അപ്പൊ ഇതിന്റെ വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യൽ എങ്ങോട്ടേക്കായിരിക്കും? നേരെ താഴത്തേക്ക്. ഓക്കെ, അത് ഞാൻ ഇപ്പൊ തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല.
ഈസ് സപ്പോർട്ടഡ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സ്മൂത്ത് വെർട്ടിക്കൽ വാൾ. ഇത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ വാള്, നമുക്കൊരു യെല്ലോ കളറിലൊരു വോള് കാണാം ലെഫ്റ്റ് സൈഡ്. ആ വോളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ എ സ്ട്രിങ് ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ. അതായത് ഒരു സ്ട്രിങ് വെച്ചിട്ട്, ഒരു കയറ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കയറിന്റെ നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണോ അത്ര തന്നെയാണ്, 15 സെന്റിമീറ്റർ തന്നെയാണ് ഈ സ്ട്രിങ്ങിന്റെ അളവ് തന്നിട്ടുള്ളത്. ദ സ്ട്രിങ് ജോയിന്റ് എ പോയിന്റ് ഓൺ സർഫസ് ഓഫ് ദ സ്പിയർ. അത് സ്ട്രിങ് എങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്, സ്പിയറിന്റെ സർഫസ്, അതായത് ഈ ഒരു പോയിന്റിലും സർഫസ് ഓഫ് ദ സ്പിയർ വെച്ചിട്ടാണ്. ആ പോയിന്റും പിന്നെ ഈ ഒരു നമ്മളെ വോളും തമ്മിൽ കെട്ടി വെച്ചിട്ടാണ്. വർക്ക്ഔട്ട് ഇൻക്ലിനേഷൻ ആൻഡ് ടെൻഷൻ ഇൻ സ്ട്രിങ്. സ്ട്രിങ്ങിന്റെ അകത്ത് അനുഭവപ്പെടുന്ന ടെൻഷനും അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര, തീറ്റയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ റിയാക്ഷൻ ഓൺ ദ വോൾ. സ്വാഭാവികമായിട്ട് ഒരു സാധനം വേറൊരു വസ്തുവിനെ തൊട്ട് നിൽക്കുന്ന സമയത്ത് ഈ ബോളിന് എന്ത് കിട്ടും, വോളിന്റെ അടിക്കുന്ന ഒരു റിയാക്ഷൻ കിട്ടും അല്ലെ. നമ്മളൊരാളെ തൊട്ട് കഴിഞ്ഞാൽ അയാൾ അടിക്കുന്ന നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടും, ഒരു റിയാക്റ്റീവ് ഫോഴ്സ് കിട്ടും, ആറാന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഫോഴ്സസ് എന്തൊക്കെയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ അതിലേക്ക് നീങ്ങാണ്. എനിക്ക് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക? ഫസ്റ്റ് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നുകഴിഞ്ഞാലും ഫസ്റ്റ് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും ഏത് ഫോഴ്സ് ആയിരിക്കും, വെയിറ്റിനെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നിനും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല. ഫസ്റ്റ് നമ്മൾ ഒരിക്കലും മറന്നു പോകാണ്ട് ചെയ്യേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എത്രയാണോ വെയിറ്റ് നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. വെയിറ്റ് എപ്പോഴും നേരെ താഴത്തേക്കായിരിക്കും ആക്ട് ചെയ്യുക. വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, വെയിറ്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ. അപ്പൊ 2 ന്യൂട്ടൺ ഞാൻ നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി എനിക്ക് അറിയേണ്ടത് ടെൻഷനാണ്. ഒരു സ്ട്രിങ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഈ സ്ട്രിങ്ങിന്റെ അകത്തുള്ള ടെൻഷൻ ഉണ്ടാവല്ലോ. ടെൻഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട? ടെൻഷൻ എപ്പോഴും നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുക അല്ലെ. അപ്പൊ ടെൻഷൻ സ്വാഭാവികമായിട്ട് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, ഈ സ്ട്രിങ്ങിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക്. ഇങ്ങോട്ടേക്കല്ലേ ഉണ്ടാവുക, നമ്മളെ ബോഡിക്ക് പുറത്തേക്ക്. അപ്പൊ ഇങ്ങോട്ടേക്കായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക, ടെൻഷൻ അനുഭവപ്പെടുക. ഓക്കെ, ടെൻഷൻ എന്ന് പറഞ്ഞ ഫോഴ്സിനെയാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ടെൻഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് എപ്പോഴും ഈ ബോഡിക്ക് പുറത്തേക്ക് ഇങ്ങനെയായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. മാത്രമല്ല, കഴിഞ്ഞ ഫോഴ്സസ്, ഈ സ്പിയർ ഒരാളെ തൊട്ട് നിൽക്കല്ലേ, ഈ വോളിനെ തൊട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് വോളിൻ്റെ അകത്ത് നിന്ന് എന്തുണ്ടാവും, തിരിച്ചു ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ വോളിൻ്റെ അകത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കൊരു റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ റിയാക്ഷൻ ഞാൻ മാർക്ക് ചെയ്തു, അതാണ് 6. ഇതിന്റെ ഒന്നും വാല്യൂ എനിക്കറിയില്ല, ടെൻഷൻ എത്രയാണെന്നോ ആർ എത്രയാണെന്നോ ഈ തീറ്റ എത്രയാണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ നൈസായിട്ട് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പോവാം. വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല അല്ലേ. അപ്പൊ ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം ഡയറക്റ്റ് വരക്കുന്നത്. ഞാൻ ഇവിടെ വരച്ച് കൊളാക്കിയ സാധനങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഡയറക്റ്റ് ഞാൻ ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് പോവാം. നമ്മൾ അവിടത്തേക്ക് എടുക്കുക, ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ എന്തുകൊണ്ടൊന്നു ഫ്രീ ബോഡി ആക്കി വെച്ചു ഇതിനെ. ഇപ്പൊ ഈ ബോഡീൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്നേന്ന് പറഞ്ഞിട്ട് എല്ലാ ഫോഴ്സസും മാർക്ക് ചെയ്യാൻ പോകുന്ന. കറക്റ്റ് സെന്ററിന് ആരുണ്ടാവും, താഴത്തേക്ക് വെയിറ്റ് ആക്ട് ചെയ്യും എപ്പോഴും. ഓക്കെ, വെയിറ്റ് ഉണ്ടാവും. വെയിറ്റിന്റെ വാല്യൂ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു 2 ന്യൂട്ടൺ. കുറച്ചുകൂടെ വലുതാക്കണം, ഇതിനാ കാണാൻ പറ്റാണ്ടുണ്ടോ? വിഷയമില്ല, വലുതാക്കില്ല. അങ്ങനെ കുറച്ചുകൂടെ വലുതായിക്കളെ അല്ലേ. അപ്പൊ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടാവും. വലുപ്പില്ലേ?
സോ ഞാൻ ഫസ്റ്റ് ഫോഴ്സ് മാർക്ക് ചെയ്യാന്ന്. എപ്പോഴും നമ്മൾ ഏതൊരു ബോഡി കിട്ടിയാലും ഫസ്റ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെല്ലാ ബോഡിക്കും എന്തുണ്ടാവും, ഒരു വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യൽ എങ്ങോട്ടേക്കായിരിക്കും, നേരെ താഴത്തേക്ക്. സോ വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് 2 ന്യൂട്ടൺ ആണെന്ന്. ആ 2 ന്യൂട്ടൺ ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്തു, കറക്റ്റ് സെന്ററിൽ നിന്ന്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ ടെൻഷനാണ് അല്ലെ. ഈ സ്ട്രിങ്ങിൽ ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടാവും. സോ ആ ടെൻഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ടെൻഷനും എവിടുന്ന് എങ്ങോട്ടേക്ക് വേണേൽ നമുക്ക് മാർക്ക് ചെയ്യാം. സ്ട്രിങ് തൽക്കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചോ. ഇതാണ് സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, കറക്റ്റ് സെന്ററിൽ നിന്ന് പുറത്തേക്ക്. ഓക്കെ, അതാണ് എന്തെന്ന്, ടെൻഷൻ. ഞാൻ എന്തുകൊണ്ട് കറക്റ്റ് സെന്ററിൽ നിന്ന് മുകളിലോട്ടേക്ക് എടുത്തത്, നമുക്ക് ലോസ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് കാര്യം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ലൈൻ ഓഫ് ആക്ഷൻ വഴി എവിടെ വേണമെങ്കിലും ഇവിടുന്ന് ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം, ടെൻഷനാ. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എനിക്ക് എവിടെ വേണമെങ്കിലും എന്ത് മാർക്ക് ചെയ്യാം, ടെൻഷനെ മാർക്ക് ചെയ്യാം. സോ ഞാൻ ആ ടെൻഷൻ അങ്ങനെ മാർക്ക് ചെയ്തത് അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് എനിക്കുള്ളതെന്ന് വെച്ചാൽ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരുന്നു അല്ലേ. സോ അത് ഞാൻ ഇവിടത്തേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെന്ററിലേക്ക് പോകുന്ന രീതിയിൽ വേണം. സെന്ററാണ് നമ്മളെ മെയിൻ. ഓക്കെ, അതിന്റെ പേരാണ് എന്തെന്ന്, റിയാക്ഷൻ. ഇനി ഈ ഫോഴ്സിന് നമുക്ക് ആകെ അറിയുന്നത് 2 ന്യൂട്ടൺ മാത്രമാണ്. ബാക്കി ടി എന്താണെന്ന് അറിയില്ല, റിയാക്ഷൻ എത്രയാണെന്ന് അറിയില്ല. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങ് വരച്ചെടുക്കുക. ഞാൻ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് വരയ്ക്കുന്നുണ്ട് തൽക്കാലം, കാണാൻ വൃത്തിയുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ 2 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സും ഈ ടി എന്ന് പറഞ്ഞ ഫോഴ്സും കറക്റ്റ് എവിടെ തന്നെയുള്ള സെന്റർ പോയിന്റ് തന്നെയാണ് പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സ്, റിയാക്റ്റീവ് ഫോഴ്സിനെ എനിക്ക് ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാലോ. സോ സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന രീതിയിലാക്കാലോ. ഞാൻ അതാക്കാൻ വേണ്ടി പോവാണേ. ഞാൻ ഈ ആറ് എന്ന് പറഞ്ഞ ഫോഴ്സിനെ നീക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ അങ്ങനെ കൊണ്ടുവന്നതിൽ? കാരണം ഒന്നും സംഭവിക്കില്ല, രണ്ട് സെയിം തന്നെയാണ്. ഇവിടെ കിടന്നാലും ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ കിടന്നാലും സെയിം തന്നെയാണ്. സോ ഞാൻ അതിനെയും കൂടി ഇങ്ങോട്ടേക്ക് എടുത്തു. ഇനി നമുക്ക് അറിയേണ്ടത് കുറെ ആംഗിൾ ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലെ. ആണ് നമ്മളെ എനിക്ക് അറിയുന്ന ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 ആംഗിൾ എനിക്ക് ഓൾറെഡി അറിയാം. ഈ ആറും 2 ന്യൂട്ടണും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും, അതെനിക്കറിയാം. ബാക്കിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ആംഗിൾ 90 ആണെന്ന് അറിയാം, പക്ഷെ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഈ ഭാഗത്ത് 90 ഡിഗ്രി ആണെന്ന് അറിയാം, പക്ഷെ എനിക്ക് ഈ ആംഗിൾ അറിയില്ല. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടുപിടിക്കണം. നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണേ. തൽക്കാലം ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു സൂത്രപ്പണി തന്നിട്ടുണ്ട്. എന്താ പണി തന്നത്? ഇതിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ തീറ്റ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? ചിന്തിച്ചു നോക്കിയാ. റേഡിയസ് 15 സെന്റിമീറ്റർ, പിന്നെ സ്ട്രിങ്ങിന്റെ ലെങ്ത്തും 15 സെന്റിമീറ്റർ. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയായിരിക്കും? കറക്റ്റ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയായിരിക്കും? അതാണല്ലോ റേഡിയസ്. ആ യെല്ലോ കളർ ലൈൻ അതന്നെയല്ലേ റേഡിയസ്. റേഡിയസ് എത്രയാണെന്നറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 15 സെന്റിമീറ്റർ ആണ്. സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണ്? അതും 15 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കറക്റ്റ് സെന്റർ പോയിന്റ് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എത്രയായിരിക്കും? അതും റേഡിയസ് തന്നെയല്ലേ അല്ലേ. ഈ ദൂരം എത്രയാണ്? റേഡിയസ് തന്നെയല്ലേ, അതും എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ കാണാൻ പറ്റണ്ട. 15ഉം 15ഉം 30 സെന്റിമീറ്റർ ഒരു സൈഡും 15 സെന്റിമീറ്റർ ഒരു സൈഡും ഉള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. എങ്ങനെയാണുള്ളത്? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റണ്ട? ഇമാജിൻ ചെയ്തോടെ ഇനി. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഇനി ആംഗിൾ കണ്ടുപിടിക്കാം. ഈ തീറ്റ എനിക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഈ തീറ്റ എത്ര വരിക?
ഇതാണ് ഹൈപ്പോട്ടന്യൂസ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഏത് ആംഗിളാണ്? സൈൻ. അതെ, കാരണം സൈനാണ് പാവത്താൻ. സൈന് കണ്ണു തുറന്ന് നോക്കുന്നത് ആരാണോ അതിനെയാണ് പിടിക്കുക. ഓപ്പോസിറ്റ് സൈഡാണ് സൈൻ. അപ്പൊ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വാല്യൂ? 15 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ 15 പ്ലസ് 15 എന്ന് വെച്ചാൽ എത്ര? 30 ഈക്വൽ ടു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2. തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എത്ര വരും? തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 ഡിവൈഡ് ബൈ 2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തീറ്റ ഇസ് ഈക്വൽ ടു വാല്യൂ കിട്ടും. എത്ര കിട്ടുന്നത്? നിങ്ങളാരും കണ്ടുപിടിച്ച് തരില്ല, ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും തോന്നുന്നു. അല്ലേ, നോക്കട്ടെ. സൈൻ ഇൻവേഴ്സ് 0.5 30 ഡിഗ്രി കണ്ടു. മറ്റല്ലേ ആരെങ്കിലും കണ്ടുപിടിച്ചു തന്നെ നോക്കട്ടെ. 45 30 അല്ലേ വരാം? സൈൻ ഇൻവേഴ്സ് 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ എനിക്ക് ഈ തീറ്റ കിട്ടി. ഈ തീറ്റ എന്ന് വെച്ചാൽ ഇതിൽ എവിടെയായിരിക്കും? സാറില്ല, അങ്ങനെ മാറിപ്പോക്കെ ചെയ്യും, അതൊന്നും വിഷയമല്ല. എക്സാം സമയത്ത് മാറിപ്പോകേണ്ടത്. അതായത് ഈ ചുമര്, ഇവിടെ ഇങ്ങനെ ഒരു ചുമരുണ്ടായിരുന്നു അല്ലേ? ആ ചുമര് ഇവിടെ ഉണ്ടാക്കിയ ആംഗിൾ 30 ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനം ഇതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ ഏത് ആംഗിൾ ആയിരിക്കും 30 ഡിഗ്രി? ഈ ആംഗിളും അത്ര തന്നെ ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കില്ലേ? കാരണം രണ്ട് പാരലൽ ലൈൻസ്, ഇതും ഇതും പാരലലാണ്. ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ 30 ആണെങ്കിൽ നേരെ ഇപ്പുറ സൈഡിലുള്ള ആംഗിൾ ഒന്ന് തന്നെ ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആണ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് പറയാം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി ആയിരിക്കും. ഇനി അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ പറയുവാണെങ്കിൽ പറയാം, ഇത് എത്രയായിരിക്കും? എന്തായാലും 60 ഡിഗ്രി ആയിരിക്കും, കാരണം ഇത് 90 ആണ്. ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലേ? അപ്പൊ ഇത് 30 പ്ലസ് ഇപ്പോൾ ഒരു 90 ഉണ്ട് ഓൾറെഡി. 30 പ്ലസ് 90 എത്ര? 120. 180 കിട്ടണമെങ്കിൽ എത്രയും കൂടി ആഡ് ചെയ്യണം? 60. അപ്പൊ എനിക്ക് ഈ ആംഗിൾ നിങ്ങൾക്ക് എവിടെയാ കാണാൻ പറ്റുന്നത്? ഫിഗറിൽ ഈ 60 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്ത ആംഗിൾ എവിടെ കാണാൻ പറ്റും? കാണുന്നുണ്ടോ? ഇതെടുത്ത് കൊണ്ടുവരുന്നത് ഇത് സെയിം അല്ലേ? അപ്പോൾ എനിക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം, അതൊന്നൊരു വിഷയമില്ല. ഒന്നിക്കൽ ഇപ്പുറം 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ മുകളിൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടയ്ക്ക് എടുക്കാം. ഇതെന്തുകൊണ്ടാണ് ഇതിനെ മൂവ് ചെയ്യുന്നത് കണ്ടോ? ഇതും എന്താണ്? സെയിം സ്ഥലമാണ്. സോ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെയും ഇവിടെയും. കാണണ്ട, ഞാൻ എന്നാൽ അതെടുക്കാം. എനിക്ക് 30 ഡിഗ്രി വേണ്ട, 30 ഡിഗ്രി ഞാൻ ഒഴിവാക്കി. ഞാൻ കാണാൻ രസമില്ല, ചെറിയൊരു ആംഗിൾ, അതിന് ഞാൻ എടുക്കുന്നില്ല. അത് 60 ആണെന്ന് പറഞ്ഞിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ബാക്കിയുള്ള ആംഗിളൊക്കെ മാർക്ക് ചെയ്യും. ഇവിടെ 3 ഫോഴ്സേ ഉള്ളൂ. ലാമീസ് എന്ന് പറഞ്ഞൊരു അടിപൊളി തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആംഗിൾ എന്തായാലും ഈ രണ്ട് ഫോഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ മൊത്തം ഈ ടെൻഷനും 2 ന്യൂട്ടണും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? ഈ ചെറിയ ഭാഗം 90 പ്ലസ് ഒരു 60, എത്രയായി? 150 ഡിഗ്രി. സോ ബാക്കിയുള്ളത് എത്രയായിരിക്കും? മൊത്തം 360 ഡിഗ്രിയാണ് വേണ്ടത്.
അങ്ങനെയും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിലും കണ്ടുപിടിക്കുക, വിഷയമൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഈ ആംഗിള് 90 ഡിഗ്രിയാണ്, ഇപ്പുറം ഒരു 60 ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പം ബാക്കി ഇവിടെ ഉണ്ടാവുക 30 ആണ്. അപ്പൊ 90 + 30 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 120 കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെയും പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിച്ചെടുക്കാം. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും മൈൻഡിൽ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞു. ഇതെത്രയാണ്? 120 ഡിഗ്രി. ഇനി എനിക്ക് അറിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു തിയറം ഉണ്ട്. എന്താണ് തിയറം? ലാമീസ് തിയറം. 3 ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, കാരണം ഇത് ഇക്വിലിബ്രിയത്തിലല്ലേ, ഈ ബോൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യലല്ല, ഒരു സ്ട്രിങ് ഒക്കെ വെച്ച് കെട്ടി വെച്ചിട്ടാണ്. അപ്പോൾ 3 ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം? ഏതെങ്കിലും ഒരു ഫോഴ്സ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് അതർ. അതായത് ഇപ്പം ഞാൻ എടുക്കുന്നത് 2 ന്യൂട്ടൺ. ന്യൂട്ടൺ എഴുതണ്ട, 2 തൽക്കാലം. 2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ബാക്കി രണ്ടെണ്ണം ആംഗിള്. 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ഫോഴ്സ് ടിയും ആറും ആണ്. അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 120 ഈസ് ഈക്വൽ ടു, ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആർ, റിയാക്ഷൻ, ഡിവൈഡ് ബൈ ആർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ടിയും 2 ന്യൂട്ടണും. അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 150. സോ ആർ ഡിവൈഡ് ബൈ സൈൻ 150 ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എത്രയായിരിക്കും? 90. സൈൻ 90. ഏതെങ്കിലും 2 ഇക്വേഷൻ കമ്പയർ ചെയ്യുക. ഒന്നുകിൽ ഇത് രണ്ടും കൂടി എടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? 2 ഡിവൈഡ് ബൈ സൈൻ 120 ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ സൈൻ 150. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു, ഈ സൈൻ അവിടെ പോവും, ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് മുകളിൽ പോവും, 2 ഇൻറ്റു സൈൻ 150 ഡിവൈഡഡ് ബൈ സൈൻ 120. And the answer will be R is equal to 1.15. അത്രയും ചക്കിയും മാങ്ങിയെന്നല്ല, ന്യൂട്ടൺ. ആറെന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എപ്പോഴും ന്യൂട്ടണാണ്. ഇനി അടുത്തത് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് സ്റ്റേജ് എടുക്കുന്ന സമയത്ത് ഞാൻ തൽക്കാലം ഈ 2 ഇക്വേഷൻ എടുക്കുന്നു. ഏതും എടുക്കേ, ഞാൻ അതെടുത്തിട്ട് ചെയ്യുന്നു ആദ്യം. അപ്പൊ അതിൽ പറയുന്നത് എന്താ? ആർ ഡിവൈഡ് ബൈ സൈൻ 150 ഇസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ സൈൻ 90 ആണ്. അപ്പൊ ക്യാരി ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ ഓൾറെഡി ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആറിന്റെ വാല്യൂ ഇസ് 1.15 ഡിവൈഡ് ബൈ സൈൻ 150 ഇസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ ടി എനിക്കറിയില്ല, സൈൻ 90. therefore t is equal to സൈനോടൊപ്പം ക്രോസ് മൾട്ടിപ്ലൈ ആവും, 1.15 into സൈൻ 90 ഡിവൈഡ് ബൈ സൈൻ 150. ആൻസർ വിൽ ബി ഈക്വൽ ടു, സുഖമായിട്ട് കിട്ടും. എത്രയാണ് ആൻസർ? 2.30 ന്യൂട്ടൺ. കഴിഞ്ഞില്ല. നമ്മുടെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്? റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. റിയാക്ഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചു 6. ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. ടെൻഷനും നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി ഒരാളെയും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എന്താന്ന്? ആംഗിള് തീറ്റ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓൾറെഡി. എത്രയാന്ന്? 30 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, സൈൻ ഒക്കെ എടുത്തിട്ട് അല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഒക്കെ ഫോം ചെയ്ത് കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ചു ഞങ്ങൾ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു, എന്നിട്ട് ഈ തീറ്റ എത്രയാന്ന് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച് 30 ആന്ന് കിട്ടി. സോ ആ 3 വാല്യൂസും ഇവിടെ എടുത്ത് അവസാനം എഴുതുക. തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആർ ഇസ് ഈക്വൽ ടു 1.15 ആൻഡ് ടി ഇസ് ഈക്വൽ ടു 2.30. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിളാണ്, സിമ്പിളായിരിക്കണം.
അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിനകത്തുള്ള ഒരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാൽക്കുലേറ്റർ എല്ലാം അടങ്ങിയിട്ടുള്ള കാൽക്കുലേറ്റർ ഒക്കെ എടുക്കുക. കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇക്വേഷൻ തരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്കത് ഭാവിയിൽ ആവശ്യമുണ്ട്. ഇന്നലത്തെ ഞാൻ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2x പ്ലസ് 4y ഈക്വൽ ടു ഒരു 7. അതേപോലെ തന്നെ 5x മൈനസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? എക്സിന്റെയും വൈന്റെയും വാല്യൂ എനിക്ക് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് കണ്ടുപിടിച്ചേ. ഒരു അൺനോണേ ഉള്ളൂ എന്നായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് പകരം തൽക്കാലം ഒരു അൺനോണേ ഉള്ളൂ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ മതി കണ്ടുപിടിക്കാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4x പ്ലസ് 3 ഈക്വൽ ടു 2 ആണെന്നായിരിക്കും. ഇപ്പോൾ ഒരു അൺനോണേ ഉള്ളൂ. സോ ആ ഒരു അൺനോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഇക്വേഷൻ തന്നെ മതി, ധാരാളമാണ്. നോക്കിക്കോ, 4x പ്ലസ് 3 ഈക്വൽ ടു 2 എന്നാണ് എനിക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 4x ഇസ് ഈക്വൽ ടു എന്താണ്? 2 ഇവിടെ ഉണ്ട്, ഈ 3 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -3 ആവും ഇല്ലേ? സോ 2 - 3 അങ്ങനെയാണെങ്കിൽ 4x ഇസ് ഈക്വൽ ടു -1 which implies x is equal to -1 divided by 4. ഉത്തരം കിട്ടി. അതാണ് എന്തെന്ന്, ഒറ്റൊരു അൺനോണേ ഉള്ളൂ എനിക്ക്. എക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു അൺനോണേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഒരു ഇക്വേഷൻ തന്നെ മതി അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ എത്ര ഉണ്ട് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 2 അൺനോൺസ് ഉണ്ട്, ഒരു എക്സ് ഒരു വൈ. സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു ഇക്വേഷൻ മാത്രം തന്ന എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ 2 ഇക്വേഷൻ ഉണ്ടാവും നമ്മുടെ എക്സ് വൈ ഉള്ള 2 ഇക്വേഷൻ. ഞാൻ ഇതിനെ ഒന്ന്, അപ്പോൾ ഒന്നാമത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ 2x പ്ലസ് 4y is equal to x. ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. അതെന്തിനാ മാറ്റിയെന്നൊക്കെയുള്ളത് പിന്നെ പറഞ്ഞുതരാം. 5y, അയ്യോ കാണാൻ രസമില്ല, റെഡ് വേണ്ട, വൈറ്റ് മതി. 5y മൈനസ് 3x പ്ലസ് 4 ഈക്വൽ ടു 0. ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. രണ്ടിൻ്റെ അകത്തും എന്താ ഉള്ളത്? എക്സ് ഇവിടെയുണ്ട്, എക്സ് ഇവിടെയുണ്ട്, വൈ ഇവിടെയുണ്ട്, വൈ ഇവിടെയുണ്ട്. അപ്പൊ എക്സും വൈയും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ എനിക്ക് സൊല്യൂഷൻ കിട്ടണം. സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യല്? പണ്ടത്തെ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുന്നു 2x പ്ലസ് 4y ഈക്വൽ ടു 7. അത് വലിയ വിഷയമില്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ എഴുതുന്ന സമയത്ത് ഞാൻ എന്താക്കും? എക്സിന്റെ വാല്യൂ ഫസ്റ്റ് വരുന്ന രീതിയിലാക്കും. അപ്പൊ -3x ആണ് ആദ്യം വരിക അല്ലെ? എക്സിന്റെ ടേം ആദ്യം വരേണ്ടി വരും, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വൈന്റെ ടേം രണ്ടാമത്. വൈന്റെ എന്തൊന്ന്? പ്ലസ് 5y ആണ്. വൈന്റെ ലെഫ്റ്റില് -ഒന്നുമില്ല, സോ അത് എഴുതും. എന്നിട്ട് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതാം. ഈക്വൽ ടു എത്രയാ? ഇവിടെ +4 ഈക്വൽ ടു 0 ആയിട്ടുള്ളത്. അപ്പൊ ഈ +4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -4 ആവും. സോ -4. ഇപ്പൊ എനിക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഇനി എനിക്ക് ഈ ഇക്വേഷന്റെ ആവശ്യമില്ലേ? ഇതുവരെ വളരെ ശരിയാണല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു ടേമിന് ഈക്വൽ ആക്കി എന്നിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിക്കും. വലിയൊരു ലെങ്ത്തിൽ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും, വൈ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാൻ ചെറിയൊരു രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. ആരും ബോറടിക്കാണ്ട് നോക്കുക. ഞാൻ ആദ്യം തന്നെ ചെയ്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് എക്സിന്റെ ടേമിനെയൊക്കെ ഒന്നിച്ച് എഴുതി. ഒന്നാമത്തെ ഇക്വേഷനിൽ സ്റ്റാർട്ടിങ് എക്സ് ആയിരുന്നു. സോ രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ എന്താക്കി? എക്സിനെ തന്നെ ആക്കി. പിന്നെ രണ്ടാമത്തെ വൈ ആയിരുന്നു. സോ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഞാൻ വൈനെ തന്നെ ആക്കി. പിന്നെ ഈക്വൽ ടു എന്നുള്ള ചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ 7 ഇട്ടു. അതേപോലെ തന്നെ ഈക്വൽ ടു എന്ന് പറഞ്ഞ ചിഹ്നത്തിന്റെ അപ്പുറം ഞാൻ -4 ആക്കി. സോ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ആദ്യം എഴുതുക. എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിന്റെ അകത്ത് ഒരു മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ടാവും, കാണുന്നുണ്ടോ?
കണ്ട ഒരു മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ടാവും. മോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം EQN എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ടേം കിട്ടും. ഇക്വേഷൻ്റെ അകത്ത് അൺനോൺസ് എന്ന് പറഞ്ഞിട്ട് എന്താ ഉള്ളത്? 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? ഇക്വേഷൻ എടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പം 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് അൺനോൺസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും. കാണുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ ഫോണിലുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഫോണിലെ ആപ്പാണ്. അടുക്ക്, ഞാൻ എൻ്റെ ഫോണിലുള്ളത് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണിലുള്ളത് കാണുന്നുണ്ടോ? ഒരു ആപ്പാണ്, ഒരു കാൽക്കുലേറ്റർ കാണാൻ പറ്റും. ഇതിൽ ഞാൻ ഈ മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഈ ആപ്പിൻ്റെ അകത്ത് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. നമ്മളെ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഇങ്ങനെ വരില്ല. സോ എനിക്ക് ഉള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ കണ്ട ഞാൻ ഹൈലൈറ്റ് ചെയ്ത സാധനം ANX + BNY = CN. ഈ ഒരു രീതിയിലല്ലേ നമ്മൾ ഇക്വേഷൻ ഉള്ളത്? ഒരു എക്സും ഒരു വൈയും അല്ലേ, ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് C. സോ അതിനെ അടുത്തു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിള് കിട്ടും. അതിൽ എനിക്കിപ്പം കിട്ടിയ ഓരോ വാല്യൂസും ഞാൻ ഇവിടെ എൻ്റർ ചെയ്താൽ മതി. ഇക്വേഷൻ്റെ അകത്ത് കാണുന്ന A ഏതാ, B ഏതാ, C ഏതാ. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇക്വേഷൻ്റെ അകത്തുള്ള അതാണ് 2 കള്ളി കാണിക്കുന്നത്. നമുക്ക് ഇവിടെ 2 കള്ളി കാണിക്കാൻ പറ്റും. ഒന്നാമത്തെ കള്ളീനടിക്കാൻ ഇപ്പം വന്നിട്ടുള്ളത് ഫസ്റ്റ് വാല്യൂ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? നോക്കിയിട്ട് പറഞ്ഞതേ. ഒന്നാമത്തെ ഇക്വേഷനിലെ A എന്ന് പറഞ്ഞ വാല്യൂ 2 ആണ്. സോ ഞാൻ 2 എന്നിട്ടിട്ട് ഈക്വൽ ടു കൊടുത്തു. B എന്ന് പറഞ്ഞ വാല്യൂ 4 ആണ്, അത് ഈക്വൽ ടു കൊടുത്തു. C എന്ന് പറഞ്ഞ വാല്യൂ, അതായത് ഈക്വൽ ടുന്റെ അപ്പുറം ഉള്ളത് 7 ആയിരുന്നു, അതും കൊടുത്തു. നെക്സ്റ്റ് ഇക്വേഷൻ -3 ആണ് വരുന്നത്. സോ അത് -3 കൊടുത്തു. പിന്നെ ഉള്ളത് +5n, അപ്പം വെറും 5 എന്ന് അടിച്ചാൽ ഈക്വൽ ടു. ലാസ്റ്റ് ഉള്ളത് -4 ആണ്, അത് വരും. ഇത് മൊത്തം എഴുതിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വെറുതെ ഈക്വൽ ടു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എക്സിന്റെ വാല്യൂ x = 2 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട, 2.3181. അതേപോലെ തന്നെ വൈൻ്റെ അറിയണമെങ്കിൽ ഒന്നുകൂടി ഈക്വൽ ടു അടിക്കുക. അപ്പം y = 59.90 എന്ന് കിട്ടി. ആൻസർ കിട്ടി ഒറ്റടി. സംഭവം സെറ്റപ്പ് മനസ്സിലായോ? എന്താ ചെയ്തത് മനസ്സിലായോ? ഞാൻ എഴുതിയ ഇക്വേഷന് ആ ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ABC ആ ഓർഡറിൽ ഇങ്ങനെ അടിച്ചു പോയാൽ മതി. നിങ്ങളെ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ജസ്റ്റ് A എന്താ, B എന്താ, C എന്താന്ന് ചോദിക്കുള്ളൂ. ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചല്ല. ഇത് ഞാൻ എന്തിൻ്റെ അകത്ത് നിർത്തിയാന്ന് ആപ്പാണിത്. ഓക്കെ, പറഞ്ഞേരെ. നിങ്ങളുടെ ആരുടെയും എനിക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റർ ഏതാ കയ്യിലുള്ളതെന്ന് അറിയില്ല. കാരണം ഓരോ കാൽക്കുലേറ്ററിനകത്തും ഓരോരോ രീതിക്കാണ് ഉണ്ടാകുക. സെക്കൻഡ്, $82 MS അകത്താണെങ്കിൽ പണിയാണ്. ഞാനത് അന്ന് പറഞ്ഞേ, മിനിമം 990 വേണമെങ്കിൽ കിട്ടണം. ആ 91 ES ആയാലും വിഷയമില്ല, അതും നല്ലത് തന്നെയാ. 2 സെയിം തന്നെയാ.
750 അകത്തും ഇത് കിട്ടും. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ഷിഫ്റ്റ് അടിക്കുക, നമ്മൾ മോഡ് എടുക്കുക. മോഡ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് പറഞ്ഞുതരോ. കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, COMP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടാവും. മോഡ് അടിച്ച് കഴിഞ്ഞാല് മാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് EQN എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കിട്ടും. അതാണ് ഇക്വേഷൻ. അത് നമുക്കിത് എന്താണ്, ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. സോ ആ ഇക്വേഷൻ എന്നുള്ള ടേം എടുക്കേണ്ടി വരും. ഇനി ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ അതും കാണിച്ചു തരാം. മനസ്സിലാത്ത ആൾക്കാർ പേടിക്കണ്ട, ഞാൻ എന്നും പറഞ്ഞുതരും. നോക്കട്ടെ, ഒരു കാൽക്കുലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് വെച്ചിട്ട് തന്നെ വീഡിയോ ആക്കിയിട്ട് ഇക്വേഷൻ ഇടാൻ പറ്റുന്നില്ലേ. എടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ തന്നിട്ടുണ്ട് അവിടെ. പോളിനോമിയൽ അല്ല, വെറും ഇക്വേഷൻ ഉണ്ടാവും. എനിക്ക് നിങ്ങളെ കയ്യിൽ കാണിക്കുന്ന സാധനത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി, ഞാൻ പറഞ്ഞുതരായിരുന്നു എങ്ങനെയാണ്. ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഈ കാണുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, തൽക്കാലം ഒന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഈ കാണുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ്റെ അകത്ത് ഫസ്റ്റ് കാണിക്കുന്ന സാധനമായിരിക്കും നമ്മളെ A1 എന്ന് പറയുന്നത്, A1x പ്ലസ് രണ്ടാമത് കാണിക്കുന്നതായിരിക്കും B1y ഈക്വൽ ടു C1. അങ്ങനെയായിരിക്കും ഇക്വേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ വരുന്ന സമയത്ത് A2x പ്ലസ് അടുത്തത് B2y ഈക്വൽ ടു C2. ഇങ്ങനെയായിരിക്കും നിങ്ങളെ കാൽക്കുലേറ്ററിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഏതാ എടുക്കേണ്ടതെന്ന്. കാൽക്കുലേറ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാകുക. A1 ചോദ്യം ചോദിക്കുക ഇങ്ങനെയാ, A1 B1 C1. അതേപോലെ തന്നെ A2 B2 C2. ഇത് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ട് എന്താണോ നമ്മളെ എക്സ് ഉള്ളത്, എന്താണോ നമ്മളുടെ വൈ ഉള്ളത്, അത് ഓൺ ദ സ്പോട്ട് കിട്ടും. നിങ്ങൾക്ക് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നും കിട്ടും, വൈ ഈക്വൽ ടു എത്രയാണെന്നും കിട്ടും. 82 MS കാണിക്കണ്ട, നിങ്ങൾക്ക് ഇക്വേഷൻ കാണിക്കണ്ട. എനിക്കറിയില്ല അതിന്റെ 82ന്റെ അവസ്ഥ എന്താണ്. ഞാൻ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ അതാ പറഞ്ഞത്, മിനിമം 991 എടുക്കാമെന്ന്. 991 മിനിമം ഉണ്ടെങ്കിൽ 991 MS അല്ലെങ്കിൽ 991 ECS എന്തുണ്ടായാലും പ്രശ്നമില്ല. അതായിരുന്നു നല്ല കാൽക്കുലേറ്റർ. തൽക്കാലം ഇത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിപ്പം പറഞ്ഞത് വെച്ചിട്ട് ഈ A1 എന്ന് പറയുന്നത് ഈ രണ്ടിനെ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ B എന്ന് പറയുന്നത് 4നെയാണ്, C1 എന്ന് പറയുന്നത് 7ന്. നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ A2 എന്ന് പറയുന്നത് ഈ -3 ആണ്, B2 എന്ന് പറയുന്നത് 5, C2 എന്ന് പറയുന്നത് -4. ഇങ്ങനെയാണ് ആ ലിങ്ക് വരുന്നത് ആളെ കാൽക്കുലേറ്ററിനകത്തുള്ളത്. ഞാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടുതരാം അതിൻ്റെ. ഓക്കെ, നമ്മളെ ഇന്നത്തെ അവർ ഏതായാലും നമുക്ക് ടൈം ആയിപ്പോയി. പരമാവധി 991 MS കിട്ടുമെങ്കിൽ അതന്നെ ഒപ്പിക്കാൻ നോക്കുക കേട്ടോ, എവിടുന്നെങ്കിലൊക്കെ. കാരണം നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആവശ്യമില്ല, എഞ്ചിനീയറിംഗ് തീരുന്നവരെ കാൽക്കുലേറ്റർ ആവശ്യമില്ല. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നാളെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്, മറന്നു വരരുത്. 8 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 8 മണിക്ക് ഞാനായിരിക്കും ഉണ്ടാവുക. സോ ആരും മറക്കാതെ രാവിലെ തന്നെ എണീച്ച്